ശരിക്കും മാഡത്തിന് ലക്ഷ്മി മാഡത്തിന്റെ നല്ല ഷേപ്പുണ്ട്. അതുകൊണ്ടായിരിക്കും സാർ. അതാ ഞാൻ തെറ്റിദ്ധരിച്ചത്. അത് ചിലപ്പോ ഒരാളെ പോലെ 7 പേരുണ്ടാവുമെന്ന് പറയാറില്ലേ, അതിലൊരാളായിരിക്കും ഇത്. അതാ ഞാനും ഓർത്തെ, ഇവളെങ്ങനെ പോലീസ് ആവാനാ? അത് തന്നെ അമ്മേ ഞാൻ പറഞ്ഞത്. ആ പൂർണിമയുടെ അഹങ്കാരം തന്നെയാ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. കഷ്ടം തന്നെ. നിങ്ങൾ വേഗം താഴേക്ക് വാ, പൂർണിമ എല്ലാരെയും വിളിക്കുന്നുണ്ട്. വാ. ദാ വരുന്നു. ഇനി എന്താണാവോ? വാ. പോ അങ്ങോട്ട്. നമസ്കാരം, ഞാൻ സഹദേവൻ, പൂർണിമയുടെ ചെറിയച്ഛനാ. ഞങ്ങളെല്ലാരും ഫാമിലി ബിസിനസ് തന്നെയാ ചെയ്യുന്നത്. സർ, ഇതിന്റെ അനിയനാ. എന്താ സാറിന്റെ പേര്? പൃഥ്വി. ഓ, ആ സർ, ഇതെന്റെ മോളാ ധ്വനി. ഹായ് മോളെ. ദാ. താങ്ക്സ്. ഇതെന്റെ വൈഫാ ചന്ദ്രമതി. ഇത് എന്റെ വൈഫാണ്. ഹലോ അശ്വത. ഇതെന്റെ ഭാര്യ നീരജ. ഇതെന്റെ അമ്മയാ വസുമതി. സർ, ഇവിടെ കുറച്ച് നാളുകളായിട്ട് എന്നും ഓരോരോ പ്രശ്നങ്ങളാണ്. ഒരു വിഗ്രഹം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയായിരുന്നു സർ. അതെടുക്കാൻ പല വേഷത്തിൽ ഇവിടെ ആൾക്കാർ വരുന്നു. അവരിൽ നിന്നൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുമായിരുന്നു സർ. ഇന്നലെ രാത്രി എനിക്കും മോൾക്കും എതിരെ ആക്രമണം ഉണ്ടായി. അപ്പോ ഏതോ ഒരു ശക്തി ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയാം. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കമ്മീഷണറെ വിവരം അറിയിച്ചത്. സാർ ഇടപെട്ട് പ്രൊട്ടക്ഷൻ തരാൻ ആളെ അയക്കുന്നെന്ന് ഞാൻ കരുതിയില്ല. പ്രൊട്ടക്ഷൻ ആള് നിൽക്കുക എന്നൊക്കെ പറയുമ്പോ എപ്പോഴും വീടിന് ചുറ്റും പോലീസുകാർ നിൽക്കുവോ പൂർണിമേ? അതൊക്കെ മാഡം ആവശ്യപ്പെടുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ ചെയ്തു തരാനാ സാർ പറഞ്ഞിരിക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തകയെ സംരക്ഷിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് നാളെ വാർത്ത വരാൻ പാടില്ലല്ലോ. അമ്മേ, മാഡം എന്താ ഇവിടെ? എന്തൊക്കെയുണ്ട് വിശേഷം? സർ, സാറിന് ഇവരെ നേരത്തെ അറിയാമോ? അറിയാം. ഞാൻ ഈ മാഡത്തെ എങ്ങനെ മറക്കാനാ? ഞങ്ങൾ ഡെറാഡൂണിൽ ഒരിക്കൽ IPS ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് മാഡത്തെ കണ്ടിട്ടുണ്ട്. അന്ന് ആ IPS ക്യാമ്പിലെ നമ്പർ 1 കേഡറ്റ് ഈ മാഡമായിരുന്നു. ഞങ്ങളെല്ലാവരും ഈ മാഡത്തിന്റെ സ്പെഷ്യൽ ലെക്ചർ കേട്ടിട്ടുണ്ട്.
അന്ന് പക്ഷേ നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ദുർഗ IPS-ഓ? ഞാനോ? സാർ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ IPS-ഓ? ഞാൻ എങ്ങനെ IPS ആവാനാ? സാറ് വേറെ ആരും ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാ ഈ ഡെറാഡൂൺ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അല്ലേ? ആ, അതെ. ആ മാഡത്തിന്റെ പേരെന്താ? എന്റെ പേര് ദുർഗ. ഓ സോറി മാഡം, ഞാൻ പറഞ്ഞ IPS ഓഫീസറുടെ പേര് ലക്ഷ്മി എന്നാ. ആ, അതാണ്. മാറിപ്പോയതാ. അങ്ങനെ ശരിക്കും മാഡത്തിന് ലക്ഷ്മി മാഡത്തിന്റെ നല്ല ഷേപ്പ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും സാർ. അതാ ഞാൻ തെറ്റിദ്ധരിച്ചത്. അത് ചിലപ്പോ ഒരാളെ പോലെ 7 പേരുണ്ടാവും പറയാറില്ലേ? അതിൽ ഒരാളായിരിക്കും ഇത്. ഹാ, അതാ ഞാനും ഓർത്തെ ഇവളെങ്ങനെ പോലീസ് ആവാനാ? അതും IPS. ആ. രക്ഷപ്പെട്ടു. സാറേ, ഇവളുടെ അമ്മ ഒരു പോലീസുകാരിയായിരുന്നു. സാധാ പോലീസുകാരി, IPS ഒന്നും അല്ല. അതിനുശേഷം ആ കുടുംബത്തിൽ കാക്കി വേഷം കേറ്റിയിട്ടേ ഇല്ല. ഉം. അതെ, ഒരു പാറ്റയെ കണ്ട പേടിച്ചോടുന്ന ആളാ ഇവള്. ഇവളെങ്ങനെ IPS ആവാനാ? പിന്നെ പഠിച്ചത് കൂടി പോയതുകൊണ്ട് ഇവിടെ ഒന്നും അഡ്മിഷൻ കിട്ടാതെ ഏതോ കാട്ടുമുക്കിലെ കോളേജിലാ പഠിച്ചത് തന്നെ. എന്നിട്ടിപ്പോ സ്കൂളിലെ ടീച്ചറായിട്ട് നടക്കുന്നു. അഷിത, നിർത്തിക്കേ. നിന്നോടിപ്പോ ഇതൊക്കെ ഇവിടെ ആരെങ്കിലും പറയാൻ പറഞ്ഞോ? സാറിന് തെറ്റിപ്പോയതാണെന്ന് സാർ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ നിൽക്കുന്നേ? മാഡം, ഞങ്ങൾ എങ്ങനെയാ പ്രൊട്ടക്ഷൻ നൽകേണ്ടെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. സാർ, അത് വീട്ടിലെ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ നിർത്തുന്നതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇനി മുൻപ് സംഭവിച്ച രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തുള്ള നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കാൻ ലോക്കൽ പോലീസിനെ ഇൻഫോം ചെയ്യാം. പിന്നെ മഫ്തിയിൽ ഈ ഭാഗത്ത് ഡ്യൂട്ടിക്കിടാൻ എന്റെ ആൾക്കാരെ ഏർപ്പാടാക്കാം. അത് മതി സാർ.